സ്മൃതി, കൊൽക്കത്ത ആ രീതിയിൽ കത്തണമെന്നല്ല ഞാൻ പറയുക, പക്ഷേ പ്രതിഷേധാഗ്നി കൊൽക്കത്തയിൽ ആളിക്കത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. 1973 ഒരു ചെയിൻ മുറുക്കി കഴുത്തിൽ ശ്വാസം പിടഞ്ഞ് 2015 മാത്രം മരണത്തിന് കീഴടങ്ങിയ അരുണ ഷാൻബാഗിനെ ഓർമ്മയില്ലേ പ്രേക്ഷകർക്ക്? എന്ത് നീതിയാണ് അരുണ ഷാൻബാഗിന് ഭരണകൂടം കൊടുത്തത്? തൊഴിലിടങ്ങളിൽ സെക്ഷൽ ഹരാസ്മെന്റിന്, ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്ന സ്ത്രീകൾക്കൊപ്പം എന്നാണ് ഈ സിസ്റ്റം നിന്നിരിക്കുന്നത്? നമ്മളിന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം പുറത്തുവിടാതിരിക്കാൻ വലിയ സമ്മർദ്ദം സിസ്റ്റം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് മമതാ ബാനർജി എന്നൊരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന മാ മതി മാനുഷ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഈ ക്രൂരകൃത്യം നടന്നിട്ട് സിസ്റ്റം എല്ലാവിധ പരാജയങ്ങളുടെയും സംവിധാനം ഏറ്റെടുത്തിട്ടും ഇപ്പോൾ നിരോധനാജ്ഞ ഏർപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. സ്മൃതി, നോക്കൂ, ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും പരമ്പര വൈരികളായ രണ്ട് ക്ലബ്ബുകളാണ്. ആ ക്ലബ്ബുകളിലെ ഫാൻസ് അസോസിയേഷനുകൾ ഇന്ന് ഒരുമിച്ച് രംഗത്തിറങ്ങുകയാണ്. അതിൽ രാഷ്ട്രീയ വകഭേദങ്ങളില്ലാതെ ഒരുമിച്ച് ഈ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ അവർ പ്രതിഷേധിക്കാനെത്തുമ്പോൾ അവർ ഒറ്റ കാര്യമാണ് മുന്നോട്ട് വെച്ചത്: പ്രതിയെ പിടികൂടുക മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. അഭയെന്നും തിലോത്തമയെന്നും നാട്ടുകാരിപ്പോൾ പേരിട്ട് വിളിക്കുന്ന ഈ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടി ഏതറ്റം വരെയും അവിടുത്തെ യൗവനം പോകുമെന്നതിന്റെ തെളിവാണ് ഇന്ന് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കണ്ട പ്രതിഷേധം. അതും മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും ഫാൻസ് അസോസിയേഷനുകളുടെ പ്രതിഷേധം. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം സ്മൃതി. ഇതിൽ സർക്കാരിന്റെ പരാജയം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഞാനിന്ന് അമ്മയുടെ പ്രതികരണം ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. ആ അമ്മ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് രാവിലെ 8-10 വീട്ടിൽ നിന്നും പറഞ്ഞു തുടർച്ചയായിട്ടുള്ള ഓൺകോൾ ഡ്യൂട്ടിക്ക് ശേഷം ആശുപത്രിയിലേക്ക് പോകുന്ന മകൾ രാത്രി തുടർച്ചയായി അവിടെ ഡ്യൂട്ടി ചെയ്യുകയും രാത്രിയിലെ പഠനവും ഡ്യൂട്ടിയും എല്ലാം കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ 3:30 ശേഷമാണ് ഈ സെമിനാർ ഹാളിൽ ഉറങ്ങാൻ കിടക്കുന്നത്. അതുവരെ ഒരു നഴ്സിന്റെ സാന്നിധ്യം സെമിനാർ ഹാളിൽ ഉള്ളതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 3:30-ക്കും 5 മണിക്കും ഇടയിൽ ഈ ക്രൂരകൃത്യം നടക്കുമ്പോൾ എങ്ങനെയാണ് സഞ്ജയ് റോയ് എന്ന ഈ TMCയോട് അടുപ്പമുള്ള അവിടുത്തെ സിവിൽ പോലീസ് വോളണ്ടിയറായ ആ ഹോസ്പിറ്റലിലെ എല്ലാ അഴിമതിക്കും സന്ദീപ് ഘോഷ് എന്ന അവിടുത്തെ മുൻ നൊട്ടോറിയസ് ആയ പ്രിൻസിപ്പലിനോടൊപ്പം കൂട്ടുനിൽക്കുന്ന വോളണ്ടിയർക്ക് ആക്സസ് ലഭിച്ചത് എന്ന ചോദ്യമുണ്ട്. സ്മൃതി, അതൊരു എമർജൻസി മെഡിസിൻ ആണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് എമർജൻസി മെഡിസിനിൽ പുറത്തുനിന്ന ഒരാൾക്ക് ആക്സസ് കിട്ടുക സാധ്യമല്ല. കാഷ്വാലിറ്റിയിലേക്ക് പോകാം. കാഷ്വാലിറ്റിയിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായും അവിടെ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. അത് കടന്ന് മാത്രമേ മുകളിലോട്ട് പോകാൻ കഴിയൂ. ഈ ടീച്ചിങ് ഹാളിലേക്കോ സെമിനാർ ഹാളിലേക്കോ നേരിട്ടൊരു സാധാരണ പ്രവർത്തകന് ആക്സസ് ഇല്ല. അവിടെയാണ് ആ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യാത്ത ഒരു പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയ്ക്ക് വലിയ ആക്സസ് കിട്ടുന്നത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സന്ദീപ് ഘോഷിന്റെ ഒരു ഡൂബിയസ് ആയിട്ടുള്ള ചരിത്രമുണ്ട്. ആ ഹോസ്റ്റലിൽ നടക്കുന്ന അധ്യാപകരുടെ സ്ഥലം മാറ്റം ഈ സന്ദീപ് ഘോഷ് കൈക്കൂലി വാങ്ങിയാണ് നടത്തുന്നത് എന്നാണ് ആരോപണം. ആ ഹോസ്പിറ്റലിലെ മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ സന്ദീപ് ഘോഷിന്റെ ഒരൊറ്റ കമാൻഡിലാണ്. എല്ലാത്തരം പർച്ചേസിംഗ് അടക്കമുള്ള കാര്യങ്ങളിലടക്കം ഈ സന്ദീപ് ഘോഷിന് നേരിട്ട ഒരുപാട് ഗുരുതര ആരോപണങ്ങളുണ്ട്. ഈ സന്ദീപ് ഘോഷ് TMCയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ തുടർന്നും പ്രിൻസിപ്പളായിട്ടിരിക്കാനുള്ള അവസരമൊരുക്കുന്നു. സംഭവം നടന്നതിന് ശേഷം TMCയെ പ്രതിരോധിക്കാൻ വേണ്ടി, ആരോഗ്യവകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മമതാ ബാനർജിയെ പ്രതിരോധിക്കാൻ വേണ്ടി സന്ദീപ് തിരക്കിട്ടിറങ്ങുകയാണ്. ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: 5 മണിക്ക് 3:30-ക്കും 5 മണിക്കും ഇടയിലാണ് ഈ അതിക്രമം നടന്നിട്ടുണ്ടാവുക. പക്ഷേ തങ്ങൾ ഈ വിവരം അറിയുന്നത് രാവിലെ 11:30-ക്ക് ശേഷം ഈ ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വരുന്നു. കോള് വരുമ്പോൾ പറയുന്നത് മകൾക്കൊരു ആക്സിഡന്റ് പറ്റിയെന്നാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ആക്സിഡന്റ് പറ്റിയതെന്ന്. വിശദീകരിക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നു. അമ്മ തിരിച്ചു വീണ്ടും ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അത് അവിടുത്തെ ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് എടുത്തിരിക്കുന്നത്. ഈ സന്ദീപ് ഘോഷിന്റെ നിർദ്ദേശപ്രകാരം ഈ അസിസ്റ്റന്റ് സൂപ്രണ്ട് അമ്മയോട് പറയുന്നത് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ്. അത് കേട്ട് അമ്മ തകർന്നു പോവുകയാണ്. മകൾ ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം നീരജ് ചോപ്ര വിജയിച്ചതിൻ്റെ കാര്യമൊക്കെ അമ്മയോട് അവസാനം സംസാരിക്കുന്നത് രാത്രിയിലാണ്. അതിനുശേഷമാണ് മകൾ ഡ്യൂട്ടിക്ക് വീണ്ടും പോകുന്നതും ഈ സെമിനാർ ഹാളിലേക്ക് പോകുന്നതും. അപ്പോൾ തൻ്റെ മകൾ ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്ന് അമ്മ പറയുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ സ്മൃതി? ഇത് പറഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് ആ ഫോണിലേക്ക് വിളിക്കുന്നെങ്കിലും അവർ പ്രതികരിക്കുന്നില്ല. അതിനുശേഷം ഇവർ വളരെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. 12 മണിയോടുകൂടി ഇവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അതായത് ജൂൺ 9-ാം തീയതി ഈ കൃത്യം നടന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 12 മണിയോടുകൂടി, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അവർ ഹോസ്പിറ്റലിൽ എത്തുന്നു. 12 മണിക്ക് എത്തുന്ന അവർ 3 മണിക്കൂർ നേരം മകളുടെ മൃതദേഹം കാണാൻ വേണ്ടി പുറത്ത് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. വൈകുന്നേരം 3 മണിക്ക് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഈ രക്ഷിതാക്കൾക്ക് കാട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അമ്മ കണ്ട കാര്യം വിവരിക്കുന്നുണ്ട് വേദനയോടുകൂടി. ആ മകളുടെ ശരീരത്തിന് പാൻസ് പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്തിരുന്നു. ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു തുണി മാത്രം ഇട്ട് മൂടിയിരുന്നു. കൈകൾ ഒടിഞ്ഞിരുന്നു. കണ്ണിൽ നിന്ന്
ചോര വന്നിരുന്നു, വായിൽ നിന്ന് ചോര വന്നിരുന്നു, കാലിൻ്റെ ഭാഗത്ത് വലിയ ഫ്രാക്ചർ ഉള്ളതായി കാണാമായിരുന്നു, ഇടുപ്പല്ല് പൊട്ടിയിരുന്നു എന്നാണ്. അപ്പോൾ അത്രയും ക്രൂരമായി ഏകദേശം 100-ലധികം ചെറിയതും വലുതുമായ വൂൺസുകൾ ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ശരീരം കണ്ട് അമ്മ തകർന്നു പോവുകയാണ്. അതിനുശേഷം ഈ മൃതദേഹം ഈ രക്ഷിതാക്കൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. സ്മൃതി നോക്കൂ, പകരം കൊടുക്കുന്നത് ഒരു TMCയിലെ MLAക്കാണ് വിട്ടുകൊടുക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ശവശരീരം ക്രിമേറ്റ് ചെയ്യുന്നത്. അതും അമ്മ പറയുന്നുണ്ട്, ശ്മശാനത്തിലേക്ക് എത്തുമ്പോൾ 3 മൃതദേഹങ്ങൾ അവിടെ കിടപ്പുണ്ട്. എന്നാൽ തൻ്റെ മകളുടെ മൃതദേഹം മാത്രം തിരക്കിട്ടാണ് ഇവർ സംസ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതും രാത്രി 10 മണിയോടുകൂടി, അതായത് 11:30 മരണവിവരം വീട്ടുകാരെ അറിയിക്കുന്നു. 3 മണിക്ക് വീട്ടുകാരെ, 12 മണിക്ക് എത്തിയെങ്കിലും 3 മണിക്ക് വീട്ടുകാരെ ആ മൃതശരീരം കാണിക്കുന്നുള്ളൂ. തിടുക്കപ്പെട്ട മൃതശരീരം മറവ് ചെയ്യുന്നു. പല ചോദ്യങ്ങളും ഉയരുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ട് തിടുക്കപ്പെട്ട് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ഈ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയില്ല? എന്തുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുക്കാതെ ഈ TMCയുടെ MLAയുടെ പക്കൽ വിട്ടുകൊടുത്ത് വളരെ വേഗം ഇത് മറവ് ചെയ്തു? നമ്പർ 2, എന്തുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ സന്ദീപ് ഘോഷിന്റെ നിർദ്ദേശാനുസരണം അവിടുത്തെ പോലീസും അസിസ്റ്റന്റ് സൂപ്രണ്ടും ശ്രമിച്ചത്? നമ്പർ 3, എന്തുകൊണ്ടാണ് ഈ സെമിനാർ ഹാളിൽ 11:30 വരെ ഈ കുട്ടിയുടെ മൃതശരീരം കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്? രാത്രിയിൽ ഓൺ കോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ സയൻസ് ഒരു വിദ്യാർത്ഥിനി, അതും ഒരു PG ഡോക്ടറെ എന്തുകൊണ്ടാണ് രാവിലെ 11:30 വരെ ഒരാൾ പോലും അന്വേഷിക്കാതിരുന്നത്, ഒരു കോൾ പോലും അന്വേഷിക്കാതിരുന്നത് എന്നതും ദുരൂഹമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇവിടെ ഈ പെൺകുട്ടിയുടെ കാർ നേരത്തെ തന്നെ പാർക്കിംഗ് ഏരിയയിൽ ആക്രമിക്കപ്പെട്ടിരുന്നു എന്നത് അറിയാമായിരുന്നു. ഈ പെൺകുട്ടിയും ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ചില ഉദ്യോഗസ്ഥരുമായിട്ടും ഹോസ്പിറ്റൽ അതോറിറ്റിയുമായിട്ടും ഈ പെൺകുട്ടി ചില കാര്യങ്ങളിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു എന്നും നമ്മൾ അറിയുന്നു. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നറിയുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ കറപ്ഷൻ ഡീലിങ്ങുകൾ ഈ കുട്ടിക്ക് അറിയാമായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ പെൺകുട്ടിയെ അങ്ങനെ മനഃപൂർവ്വം ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചതാണോ? എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അതിലും വലിയ കുറ്റകൃത്യമാണ് ഈ ക്രൈം സീൻ ഒരു കാരണവശാലും പോലീസ് സീൽ ചെയ്യാതെ ആ ക്രൈം സീനിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ തൊട്ടനുവാദം കൊടുക്കുകയാണ്. സ്മൃതി, നമ്മൾ കേട്ടുകേൾവിയുണ്ടോ? ഇപ്പോൾ ഒരു വലിയ രീതിയിൽ ക്രൂരമായ ബലാത്സംഗം നടന്ന് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തിയ സ്ഥലം മണിക്കൂറുകൾക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ്. ആ പരിസരത്തേക്ക് അതിഥി തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് ഫിംഗർ പരിശോധന വേണ്ടേ? ഫോറൻസിക് പരിശോധന വേണ്ടേ? അവിടെയുള്ള സ്മെല്ല് നായ വിട്ടുകൊണ്ട് പരിശോധന നടത്തണ്ടേ? ഈ മുഴുവൻ ദൃശ്യങ്ങളും അവിടെ നിന്ന് ശേഖരിക്കണ്ടേ? ഈ CCTV, ഈ സാധാരണ മെഡിക്കൽ കോളേജിൽ ഈ ഭാഗങ്ങളിലെല്ലാം CCTV വർക്ക് ചെയ്യും. അതിൽ പല CCTVയും ആ സംഭവ സമയത്ത് ദുരൂഹമായ രീതിയിൽ അണഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇതെന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം കൂടി അമ്മ പറയുന്നുണ്ട്. മമതാ ബാനർജി 2 പുതിയ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെ പേര് കന്യാശ്രീ ആൻഡ് ലക്ഷ്മിശ്രീ എന്നിങ്ങനെ 2 പദ്ധതികളാണ്. വീട്ടിൽ ഈ മമതാ ബാനർജി പോയി ഒന്ന് നോക്കണം, ആ വീട്ടിലും ഈ നാട്ടിലും ലക്ഷ്മി ഉണ്ടോ എന്ന് നോക്കണം എന്നാണ് അമ്മ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞത്. ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ നിന്നൊരു തയ്യൽ കുടുംബത്തിൽ നിന്ന് വന്ന് വലിയ മാർക്കോടുകൂടി സർക്കാർ മെഡിക്കൽ കോളേജിൽ പരീക്ഷ എഴുതി പാസ്സായി, എൻട്രൻസിൽ പാസ്സായി ആ കുട്ടി വലിയ സ്വപ്നങ്ങളുമായി അവിടെ പ്രവർത്തിക്കുകയാണ്. 31 വയസ്സുണ്ട് ഈ പെൺകുട്ടിക്ക് എന്ന് അറിയണം. തൻ്റെ പഠനകാലത്തിൽ ഏറ്റവും നന്നായി ഏറ്റവും വലിയ സ്വപ്നങ്ങളുമായിട്ട് വന്നൊരു പെൺകുട്ടിയെ അതിക്രൂരമായ വിധത്തിൽ ബലാത്സംഗം ചെയ്തിട്ട് നിരുത്തരവാദപരമായ ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുക, അതിനെതിരെയുള്ള പ്രതിഷേധത്തെ നിരോധനാജ്ഞ കൊണ്ട് നേരിടാൻ പോവുക, ഇത് കൽക്കട്ടയുടെ യൗവനം, കൽക്കട്ടയുടെ സമൂഹം അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഈ പ്രൊഹിബിഷണറി ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ പോലും കൽക്കത്തയിൽ പ്രതിഷേധാഗ്നി ഉണ്ടാവും. തീർച്ചയായും കൽക്കട്ടയിലെ തെരുവുകളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. നിർഭയയുടെ കാര്യത്തിൽ കണ്ടതുപോലെ ഈ തിലോത്തമയുടെ, അഭയുടെ കാര്യത്തിലും കൽക്കത്ത കാണണം. അതിന് ഇന്ത്യയുടെ മുഴുവൻ പിന്തുണയും ആ രക്ഷിതാക്കൾക്കൊപ്പമുണ്ട്. കാര്യം അവർ കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് തങ്ങളുടെ മകൾക്ക് നീതി വേണം. അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പോയപ്പോൾ എന്താണ് ഈ അച്ഛൻ പറഞ്ഞതെന്നറിയാമോ? ഈ പണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ മകൾ വേദനിക്കും, അവൾക്ക് വേണ്ടത് നീതിയാണ്, ഈ പണം കൊടുത്താൽ നീതിയാവില്ല എന്ന് പറഞ്ഞൊരു അച്ഛനെയും വീട്ടിൽ ലക്ഷ്മി ഉണ്ടോ മമതാ ബാനർജി എന്ന് ചോദിച്ചൊരു അമ്മയെയും നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. തീർച്ചയായും കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദം ഉയരണം. നമ്മൾ പലപ്പോഴും വളരെ ഇൻസെൻസിറ്റീവായിട്ടാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. അത് ബംഗാളിലാണെങ്കിലും ശരി, ഒരു പരിധിവരെ കേരളത്തിലാണെങ്കിലും, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ശരി. Meet the editors.